ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഓണമൊക്കെ അല്ലേ കിടുക്കാച്ചി സൂത്രപ്പണിയായിട്ട് വന്നേക്കുവാണ്. ഇന്ന് മടിയന്മാർക്കും മടിച്ചികൾക്കും ഉള്ള ഒരു കിടുക്കാച്ചി സൂത്രപ്പണിയായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. എളുപ്പമാണ് ഇത്. അപ്പോൾ കുറച്ച് കൂട്ടുകാരുണ്ട് കള്ളികളായിട്ടോ, ഒന്നും വയ്യ ചേച്ചി അങ്ങ് ചെയ്തോ എന്നൊക്കെ പറയുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്, കള്ളംകളിയുള്ള കൂട്ടുകാർ കേട്ടോ. അപ്പോഴവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എളുപ്പം നമുക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള 1, 2, 3 ഐറ്റം മാത്രം മതി. എന്നും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇനി എനിക്ക് വയ്യാന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. നല്ല അടി തരും. ഓണമാണെന്നൊന്നും നോക്കത്തില്ല. ഞാൻ അടിക്കും, കമ്പെടുത്ത് ഞാൻ അടിക്കും. മുല്ലക്കമ്പ് വെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇനി മടി പിടിച്ചിരിക്കുന്ന പെൺപിള്ളേരെയും ആൺപിള്ളേരെയൊക്കെ അടിക്കാൻ. ഇത് നമുക്ക് പിന്നെ ആൺകുട്ടികൾക്കും ചെയ്യാം, പെൺകുട്ടികൾക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാം, പ്രായമായ അമ്മച്ചിമാർക്ക് വരെ ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് നല്ല കിടുക്കാച്ചി ഒരു അടിപൊളി സംഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എളുപ്പം ഇതുണ്ടാക്കി നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ അങ്ങോട്ട് ഇടാം കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് തിളങ്ങിട്ട് അങ്ങോട്ട് നല്ല മുഖത്ത് നല്ല കളറും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം. 3 ഐറ്റങ്ങളാണ് ഇതിന് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. അപ്പോഴേ 3 ഐറ്റങ്ങൾ നമുക്ക് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കണം. ഒത്തിരി ഒന്നും ഇടണ്ട കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ആലോവേരയുടെ ജെല്ലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. തീർന്നൊക്കെ വരികയാണ്. ആരെങ്കിലുമൊക്കെ കടം തന്നാൽ നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. തീർന്നൊക്കെ വരികയാണ് കേട്ടോ. ആലോവേര ജെല്ല് നമുക്ക് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തേൻകുട്ടൻ. അപ്പോൾ തേനില്ലാത്ത കായും ഇല്ലല്ലോ. അയ്യോ, പെൺപിള്ളേരെല്ലാം ഇപ്പം നമ്മുടെ കിടുക്കാച്ചി വിദ്യകൾ ചെയ്യാൻ ഇങ്ങനെ സ്റ്റോക്കാക്കി വെച്ചേക്കുന്ന ഒരു സംഭവമാണിത്. എൻ്റെ ഇത്രയായി, ഞാൻ കുടിച്ചും മുഖത്തിട്ടും ഒക്കെ ഇത്രയായി. അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് കേട്ടോ. നമുക്ക് ഇതിന് അളവില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിന് കേട്ടോ, എത്ര വേണമെങ്കിലും നമുക്ക് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അങ്ങോട്ട് ഇട്ടോളൂ. ഇവർ 3 പേരും മാത്രം മതി. എന്നും നമുക്ക് ദിവസവും നമുക്കിത് ചെയ്യാം കേട്ടോ. രാവിലെയോ രാത്രിയിലോ ഒക്കെ നമുക്കിത് ഇവരെ 3 പേരെയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് മുഖത്തിട്ടു കേട്ടോ. വേറെ ഒന്നും ഇവരുടെ കൂടെ വേണ്ട. ഇവർക്ക് കൂട്ടി ഇവർ 3 പേരെ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രം മതി എന്ന് പറയുന്നത് പോലെ ഇവർക്ക് കൂട്ടി ഇവർ 3 പേര് മാത്രം മതി എന്നാണ് ഇവരുടെ ഒരു എന്താ. ഓണമൊക്കെ എന്തോ ആയി. ഇതേ ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളൊക്കെ മടുത്തു. എനിക്ക് വയ്യ. എങ്ങോട്ടെങ്കിലും അങ്ങ് ഒളിച്ചോടി പോയാലോ എന്ന്. ഈ ഓണം, വിഷു, ക്രിസ്മസ്, പിന്നെന്താ ഓണം, വിഷു, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടമ്മമാരുടെ നടുപൊടിയാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആലോചിച്ച് വെച്ചുകൊണ്ടാണ് ഇത്തിരി നേരം നിങ്ങളൊക്കെ എങ്ങനെ അപ്പോഴും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മിക്സൊക്കെ അങ്ങ് കൂട്ടിക്കൊണ്ടിരിക്കാം. അപ്പോഴും നിങ്ങൾ രാവിലെ എങ്ങനെ എഴുന്നേൽക്കുന്നത്? ഇടതുവശമാണോ വലതുവശമാണോ എഴുന്നേൽക്കുന്നത്? അപ്പോഴേ എല്ലാവരും പറയും ഇടത് എഴുന്നേറ്റ് അന്ന് അത്ര ശരിയല്ലെന്ന്. പക്ഷെ ഞാൻ ഇടതുവശത്താണ് കട്ടിലിൻ്റെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടതുവശത്തു നിന്നാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. വലത് എനിക്ക് ഒട്ടും വാക്കില്ല. അപ്പോഴേ വലതുവശത്ത് എനിക്ക് കൈ അത്ര അങ്ങോട്ട് വയ്യാത്തതുകൊണ്ട് ഈ വശം അങ്ങനെ കിടക്കത്തറിയില്ല. എൻ്റെ കൈയൊക്കെ പോയതാ ഉള്ളാരെ കേട്ടോ. ഇവിടെ വെച്ചൊക്കെ വണ്ടിയിൽ നിന്ന് വീണ് ഇവിടെ ഒക്കെ വിട്ടുപോയത്. അതുകൊണ്ട് ഈ ഒരു കൈ കൊണ്ട് ഭയങ്കര ഇപ്പം 2-3 ദിവസം കൊണ്ട് നമ്മളിങ്ങനെ ജോലികൾ ചെയ്യില്ല. അപ്പോൾ ഭയങ്കര വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇടതുവശം ഇങ്ങനെ എഴുന്നേൽക്കുന്നത്. പിന്നെ അവിടെ കട്ടിലെ കിടന്ന് തന്നെ നമ്മളൊന്ന് തൊഴുത് പ്രാർത്ഥിക്കും. ദൈവമേ, ഇന്നത്തെ ദിവസം ജഗപുകയായിരിക്കണേ. വേറൊന്നുമല്ല, നല്ല ദിവസം ആയിരിക്കണേ എല്ലാവർക്കും. പിന്നെ ഇന്നത്തെ ദിവസം നല്ല ദിവസം ആയിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് എഴുന്നേക്കും. പിന്നെ നമ്മളങ്ങനെ കൈ കൂപ്പി അങ്ങ് എഴുന്നേറ്റിരിക്കുമല്ലോ കട്ടിലിൽ. പിന്നെ നമ്മൾ പാദം അങ്ങോട്ട് തടാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിദേവി അമ്മയെ നമ്മുടെ കാല് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എല്ലാവരും ഒക്കെ ചെയ്യുമായിരിക്കും. എനിക്ക് തറയിൽ തൊടാൻ ഭയങ്കര ഒരു
പേടിയോ വിഷമം എന്തോ ഭൂമി ദേവിയെ നമ്മൾ കാല് തൊട്ട് നമ്മൾ ഇങ്ങനല്ലേ കാല് വെച്ചല്ലേ നമ്മൾ എഴുന്നേക്കുന്നത്. അപ്പോൾ ദൈവമേ ദൈവമേ എനിക്ക് അങ്ങ് ഭയങ്കര ഇതാണ് രാവിലെ അങ്ങനെ കാല് കുത്തി ഇങ്ങനെ തറയിൽ തൊട്ട് അവളാണ് തറയെ തൊട്ട് തൊഴുതട്ടായി എഴുന്നേക്കുന്നത്. ഞാൻ പക്ഷേ ഇങ്ങനെ എന്താ പാദം ഉണ്ടല്ലോ നമ്മുടെ തറയെ തൊടുമ്പോൾ പ്രാർത്ഥിക്കും, അല്ലാതെ ഞാൻ തൊട്ട് തൊഴാറില്ല, പ്രാർത്ഥിക്കും. അപ്പോഴും നിങ്ങളൊക്കെ എങ്ങനെയാണ് രാവിലെ എഴുന്നേക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേക്കുന്നത് ഇടതുവശം എഴുന്നേക്കുന്നത്. ഇടതുവശം അത്ര രസമല്ല സുഖമല്ലെന്നാണ് പറയുന്നത് എഴുന്നേക്കുന്നത്. അന്നത്തെ ദിവസം പോക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. എല്ലാ ദിവസവും നല്ല ദിവസം തന്നെയാണ് എനിക്ക് ദൈവം തരുന്നത്. അപ്പോൾ ഇനിയുള്ള ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളും തമ്പുരാൻ അങ്ങനെ എനിക്ക് തന്നാൽ മതി കേട്ടോ. സന്തോഷവും സമാധാനമായിട്ടുള്ള ദിവസങ്ങളും മതി എനിക്ക്, എല്ലാവർക്കും, എനിക്കെന്നല്ല എല്ലാവർക്കും. അപ്പോഴത്തേ നമ്മുടെ കിടുക്കാച്ചി ഗോൾഡൻ ഫേഷ്യലോ അതാണോ ഗോൾഡൻ ക്രീം എന്ന് പറയാം നമുക്കിതിനെ അല്ലേ. അപ്പോഴത്തേ സത്യം ഗോൾഡൻ കളറായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒരുപാട് മഞ്ഞൾ ഇടാൻ നോക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇപ്പോഴിതാ നമുക്ക് പിന്നെ ഇടാൻ നമ്മുടെ എന്താ ഈ കിടുക്കാച്ചി ഐറ്റങ്ങൾ. പിന്നെ നമ്മുടെ അണ്ണൻ ഇങ്ങോട്ട് വന്നേ, ഇടയ്ക്കിടയ്ക്ക് എന്താണെന്നറിയത്തില്ല എന്നെ കാണണമെന്ന്. അപ്പം ഞാനിന്ന് കണ്ടിട്ട് വന്നത് കേട്ടോ, എന്തോ ആവശ്യത്തിന് വന്നതാണ്. പിന്നെന്താ ഇത് നല്ല കളറൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ മുഖത്തിന് നല്ല കളറുണ്ടാവും. നമ്മുടെ ഈ ആലോവേര ജെല്ലിന് നല്ല തണുപ്പുമുണ്ട്. പിന്നെ തേൻകുട്ടൻ്റെ കാര്യം നിങ്ങൾ പറയണ്ടല്ലോ. പിന്നെ മഞ്ഞൾ കുട്ടൻ്റെ അതിനേക്കാട്ടിൽ കിക്കിടുവാണ് കേട്ടോ, കിക്കിടും. അപ്പോൾ ഇവന്മാർ 3 പേരും കൂടെ നമ്മുടെ മുഖത്തങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉരുണ്ട് മറിഞ്ഞു. എൻ്റെ പൊന്നെ സെറ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ ഒരുപാട് മഞ്ഞൾ നിങ്ങളങ്ങ് ഇടാൻ നോക്കരുത്, നമ്മുടെ മുഖത്തിന് ഭയങ്കരമായിട്ട് മഞ്ഞ കളറ് ഫീൽ ചെയ്യും. എന്നും ഇടുമ്പോഴേ മഞ്ഞൾ കൂടുതലാകുമ്പോൾ ഒരു പിഞ്ചൊക്കെ ഇട്ടാൽ മതി കേട്ടോ. എന്താ മണം, അതാണ് നമ്മുടെ ആലോവേര ജെല്ലിൻ്റെ കേട്ടോ മണം. വേറെ ഒന്നും വേണ്ട. ഇവർ 3 പേരും നിങ്ങൾ വേറെ ഒന്നും ഒരു പായ്ക്കോ ഇട്ടില്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ ഇട്ട് നോക്കുക, അടിപൊളിയായിട്ട് നമുക്ക് നിറം നിൽക്കും, മുഖത്തിന് നല്ല നിറം നിൽക്കും. പിന്നെ ഈ മുഖക്കുരി വന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുടച്ച് മാറ്റാം കേട്ടോ. ഇടുമ്പം കഴുത്തിലും കൂടെ ഇടാൻ നോക്കണം. അതേത് തന്നെയാണേലും, അല്ലെങ്കിൽ മുഖത്തെ കഴുത്ത് കേട്ടോ. കുറച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും കുറച്ചളവിലില്ല, അപ്പോഴത് നമ്മുടെ കഴുത്തേലും മുഖത്തും ഒക്കെ ഇട്ട് അതങ്ങ് തീർക്കണം, വെച്ചേക്കരുത്. അതിനനുസരിച്ച് നമ്മൾ ഓരോന്നും എടുത്താൽ മതി കേട്ടോ. ചെറിയ തോതിലൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ കവിളിനെയൊക്കെ സുന്ദരിയാക്കണം കേട്ടോ. മസാജ് ചെയ്തൊക്കെ എന്നും നമ്മളിങ്ങനെ മുഖത്ത് ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി. മറ്റേ പാറപ്പുറം മാതിരി ഇരുന്ന് കേട്ടോ എൻ്റെ കവിളൊക്കെ. എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. എന്തായാലും നമ്മൾ ഒരാഴ്ചയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ കിടുക്കാഴ്ച ഐറ്റങ്ങൾ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം, ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കൊക്കെ നല്ല വ്യത്യാസങ്ങൾ കിട്ടും കേട്ടോ. സത്യമാണ് ഞാൻ പറയുന്നത്, നല്ല വ്യത്യാസം നമുക്ക് കിട്ടും. അപ്പോഴറിയണമെങ്കിൽ നമ്മുടെ നേരത്തെയൊക്കെ വീഡിയോ സത്യം പറഞ്ഞാൽ ഈ മുടിയുടെ വ്യത്യാസം, മുടി അന്ന് എനിക്ക് നന്നായിട്ട്, ഞാൻ ഈ ഷോർട്ടൊക്കെ ഇടുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ മുടി ഇവിടെ നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മുടി കുറഞ്ഞു. നമ്മുടെ ഓരോ വ്യത്യാസങ്ങൾ നമുക്ക് നമ്മുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ മുഖം അന്നത്തേനേക്കാളും ഇപ്പം വണ്ണം കുറഞ്ഞു. അന്ന് ഇതിലും എനിക്ക് വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നന്നായിട്ട് വണ്ണം കുറഞ്ഞു, മെലിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോറൊക്കെ ഒത്തിരിയൊക്കെ ഇപ്പം അങ്ങ് ഒഴിവാക്കും കേട്ടോ. പിന്നെ
പിന്നെ ഉച്ചയ്ക്ക് മാത്രമേ ഞാൻ പച്ച ചോറ് കഴിക്കത്തുള്ളൂ. ഇപ്പം അതൊക്കെ അങ്ങ് കുറച്ചു. എന്താ ഷുഗറിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര നമുക്ക് ക്ഷീണവും ഒന്നും വെച്ച് മരുന്നൊന്നും നമ്മൾ എടുത്തു തുടങ്ങിയിട്ടില്ല. എന്നാലും നമ്മൾ എന്താ ഫുഡിലൊക്കെ കൺട്രോൾ ചെയ്തതിനെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം. പിന്നെ ഐസ്ക്രീമും മിഠായിയൊന്നും ഞാൻ വിടത്തില്ല കേട്ടോ. വേറെ എന്തോ വിട്ടാലും ചായക്ക് മധുരം ഇട്ടില്ലെങ്കിലും ഈ ഐസ്ക്രീമും മിഠായിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇച്ചിരി നമുക്ക് കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതേ നമ്മുടെ ഈ നെറ്റിമേലുള്ള നമ്മുടെ എന്താ ചുളിവുകളും എന്തായാലും 25-30-35 കഴിയുമ്പോൾ എന്തായാലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചുളിഞ്ഞൊക്കെ വരുവിടെ കേട്ടോ. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. പക്ഷെ ഫുള്ളൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാനൊക്കത്തില്ല. ഇനിയിപ്പം നമ്മളൊക്കെ ചെറുപ്പമായി വരുവാണോ, കിളവികളും കിളവന്മാരും ആയി വരികയല്ലേ അല്ലേ. അപ്പോൾ ഫുള്ളൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. എന്നാലും ഒരു വിധത്തിലൊക്കെ ആരും കാണാതൊക്കെ ഒന്ന് ചിരിയൊക്കെ ഒന്ന് നമുക്കൊന്ന് മറച്ചൊക്കെ പിടിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കിടുക്കാച്ചി വിദ്യകളൊക്കെ ചെയ്താൽ കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. പറ്റുന്നവരെ ഇച്ചിരി നേരം ഇങ്ങനെ നമ്മളൊന്ന് എല്ലായിടത്തും ഒന്ന് മസാജൊക്കെ ചെയ്ത് കേട്ടോ. നമുക്ക് തേക്കുമ്പോൾ നല്ല തണുപ്പാണ്, നല്ല കൂളിങ് നമ്മുടെ മുഖത്ത് ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ 10 മിനിറ്റ് ഇപ്പം തന്നെ 5 മിനിറ്റ് കൊണ്ട് ഞാനിങ്ങനെ മസാജൊക്കെ ചെയ്യുന്നത് 10 മിനിറ്റ് നമുക്ക് കഴിയുമ്പോൾ നമുക്ക് തുടയ്ക്കാം കേട്ടോ. അപ്പോഴിതാ നമ്മുടെ ഈ കിടുക്കാച്ചി ഐറ്റമൊക്കെ ഇട്ടിട്ട് 10-15 മിനിറ്റായി. തേനിട്ടത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഒട്ടൽ വരും. ഇനി നമുക്ക് തുടയ്ക്കാം. 10-15 മിനിറ്റായി കേട്ടോ. നമ്മുടെ പൂച്ച മറിയാമ്മ എന്താണെന്നറിയത്തില്ല, അവള് പ്രസവിച്ചു കേട്ടോ. പക്ഷേ ഇതുവരെ കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ചേട്ടനും ചേച്ചിയും കൂടെ ഭയങ്കര കരച്ചിൽ, ഭാര്യയും ഭർത്താവും കൂടെ പരസ്പരം അങ്ങോട്ട് നോക്കിയിരുന്ന് കരയുന്നു. അപ്പോൾ ഞാനും അമ്മയും രാവിലെ പോയി വയ്ക്കുന്നത് എന്താണ് സംഭവം, ഇനി കുഞ്ഞുങ്ങളെ വല്ലതും ചത്തുപോയോ എന്തോ, ഇതുങ്ങൾ നമുക്ക് അറിയത്തില്ലല്ലേ കേട്ടോ. ഭയങ്കര കരച്ചിൽ രാവിലെ മുതൽ വല്ലാതെ ഇരുന്ന്. മനുഷ്യനാണെങ്കിൽ സത്യം പറഞ്ഞാൽ മനുഷ്യരോടാണെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇരുത്തുങ്ങളോട് നമ്മളതേ എല്ലായിടത്തും കിടന്നു കരയുന്നത് എന്താണെന്ന് അറിയത്തില്ല. പാവം, കഷ്ടം. അതിൻ്റെ വിഷമം അതിനറിയാമല്ലേ നമ്മളീ പറയുന്നു. നമുക്ക് ടവലും കൊണ്ട് തുടയ്ക്കണം കേട്ടോ. ഇത് ഒന്ന് ഞാൻ പേപ്പർ കൊണ്ട് തുടച്ച് മാറ്റിയിട്ട് നമുക്ക് ഒരുപാട് മഞ്ഞളിടാൻ നോക്കരുത് കേട്ടോ. കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ മുഖം ഇട്ട് നമ്മളങ്ങനെ എന്നൊക്കെ ചെയ്യുമ്പം നമ്മുടെ മുഖത്ത് ഭയങ്കരമായി മഞ്ഞളിൻ്റെ ആ ഒരു ഇത് നമുക്ക് എടുത്തറിയാം കേട്ടോ. അപ്പോൾ കുറച്ചിട്ടാൽ മതി, ഒരു നുള്ളൊക്കെ ഇട്ടാൽ മതി കേട്ടോ. തുടയ്ക്കുന്നത് തണുത്ത വെള്ളം കൊണ്ട് തന്നെ തുടയ്ക്കണം. പിന്നെന്താ, സോപ്പിട്ട് പിന്നെ കഴുകാൻ പോകരുത്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. പിന്നെ ചിലതിനേ ഉള്ളൂ കേട്ടോ ഈ ചെറു ചൂടുവെള്ളം വെച്ച് നമ്മൾ തുടയ്ക്കേണ്ടത്. ചിലതിലേക്ക് ഇതിനൊന്നും അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഏകദേശം തുടച്ചൊക്കെ വന്നു. എനിക്ക് ഇതൊക്കെ ഇടുമ്പോഴല്ല മൂക്കിൻ്റെ തുമ്പങ്ങ് ചൊറിയും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോഴും നമ്മൾ ഈ പായ്ക്കൊക്കെ ചില സമയത്ത് പായ്ക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ അങ്ങ് ചൊറിച്ചിൽ വരും. അപ്പോഴും ആ ചൊറിയുമ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ പായ്ക്കങ്ങ് പോകും. പിന്നെയും നമ്മൾ തെറ്റും, പിന്നെയും എനിക്ക് ചൊറിച്ചിൽ വരും. സാരമില്ല കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പോഴിതേ നമുക്ക് എന്നും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ കവിളൊക്കെ സോഫ്റ്റ് ആയിട്ടേ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ കൂടെ വരും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് വരും കേട്ടോ. കവിളൊക്കെ പോയി
ഈ കരയുന്നുണ്ടോ എന്തോ പറ്റിയോ ആ പൂച്ചയ്ക്ക് എനിക്കറിയത്തില്ല. കുഞ്ഞുങ്ങൾ വല്ല ഭയങ്കര കരച്ചിൽ, മനുഷ്യർ കരയത്തില്ലേ അതുമാതിരി. വെള്ളത്തിനകത്ത് വെയിലടിച്ചപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം ഈ ഒരെണ്ണം കേട്ടോ. അടിപൊളിയാണ്, കിടുക്കാച്ചിയാണ് കേട്ടോ. എന്നും നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിനേ, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് നല്ല മുഖത്തിന് നല്ല തിളക്കവും കളറും വരും. ആ പാടുകളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. മാവേലി തമ്പുരാനെ വരവേൽക്കേണ്ടേ, അപ്പോഴും മഞ്ഞളിലൊക്കെ കുളിച്ച് നമുക്ക് മാവേലി തമ്പുരാനെ സ്വീകരിക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ വീണ്ടും പറയുന്നത് ചെയ്ത് നോക്കിയെന്ന ഒരു വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ പറയും ഞാൻ ഇന്ന് തന്നെ ചെയ്യുന്നു. ആർക്കറിയാം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലും പറയണം. അപ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോഴും മാത്രമല്ല, നമ്മൾ നേരത്തെ ചെയ്ത് നമുക്ക് എന്താണ് നമ്മുടെ സ്കിന്നിൻ്റെയും നമ്മുടെ മുഖത്തിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വിചാരിക്കുമോ ചുമ്മാതെ പുളു അടിക്കുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അങ്ങനെയല്ല, എപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് എല്ലാവരും അത് തന്നെ. അല്ലാതെ പൊട്ടയൊന്നും നമ്മൾ ഒരിക്കലും കാണിക്കത്തില്ല. നമ്മുടെ വിറക് പറക്കാൻ നമ്മുടെ ചേച്ചിമാർ വന്നേക്കുന്നു കേട്ടോ. വിറക് പറക്കാൻ ചേച്ചിമാർ വന്ന് അവർക്ക് ഓണത്തിന് വിറകില്ല. അപ്പോഴും നമ്മുടെ ആ കിഴക്ക് റബ്ബറും തോട്ടമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വന്നവർ വിറക് പറക്കി നമ്മുടെ വീട്ടിൽ ഇവിടെ കൊണ്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയാണ് അത് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അവർക്ക് സമയം പോലെ അവർ വന്ന് എടുക്കും. അവരെ എന്നെ കൂയി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. ഞാനും അങ്ങനെ മീൻകാരുടെ കൂട്ട് കൂയി എന്ന് ചിലരെയൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതൊക്കെ നമുക്കൊരു സ്നേഹത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ. സന്തോഷം വരുമ്പോഴാണ് നമ്മളങ്ങനെ ലൈവിലൊക്കെ പോകുമ്പോൾ കൂടുതലും ഞാൻ ചെന്ന് കൂയിന്ന് ഞാൻ വിളിക്കും കേട്ടോ. അതൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും കമൻ്റൊക്കെ തരുന്നതിനും ലൈക്ക് തരുന്നതിനും ഒത്തിരി നന്ദി എല്ലാവരോടും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ ഇനി എത്ര ദിവസമുണ്ട്? ഇനി 2-3 ദിവസമല്ലേ ഉള്ളൂ തിരുവോണത്തിന്. അപ്പോഴെല്ലാവർക്കും ഹാപ്പി ഓണം സുപ്പുവിൻ്റെയും കുടുംബത്തിൻ്റെയും കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ഓണത്തെയൊക്കെ വരവേൽക്കാം. നമ്മുടെ മാവേലി തമ്പുരാനെ നമുക്ക് വരവേൽക്കാം കേട്ടോ. സന്തോഷവും സമാധാനവും മാത്രം നമുക്ക് തരുന്നതിന് മാവേലി തമ്പുരാനിയുടെ നമുക്ക് വീണ് കേണാപേക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. അപ്പോൾ സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ.